നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയ പ്രൊവിഷനാണ്. പ്രൊവിഷൻ ഇൻഡ്യസ് 37 ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് നോക്കാനുള്ളത് പ്രൊവിഷൻ, വാട്ട് ഈസ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ആൻഡ് കണ്ടിൻജൻറ്റ് അസറ്റ്. ഈ 3 ടേംസ് എന്താണ് ആൻഡ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ്, ആ ഒരു കോൺസെപ്റ്റാണ് നമുക്ക് ഈ ഒരു സ്റ്റാൻഡേർഡിൽ നോക്കാനുള്ളത്. അപ്പോൾ പ്രൊവിഷൻ്റെ കേസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. പ്രൊവിഷൻ എന്ന് പറയുന്നത് നമുക്ക് അൺസർട്ടൈൻ ആയിട്ടുള്ള ഒരു ഇവൻ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ ആ ഒരു കോസ്റ്റ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കറൻറ്റ് സിറ്റുവേഷനിൽ തന്നെ സർട്ടൻ എമൗണ്ട് മാറ്റി വയ്ക്കുകയാണ്. നമ്മളുടെ പ്രോഫിറ്റ് പാർട്ടിൽ നിന്നാകാം അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്സ് നിന്നാകാം ഒരു സർട്ടൻ എമൗണ്ട് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. അത് ആ ഒരു പർപ്പസ് എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്, ആ ഒരു റീസൺ നടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, പ്രൊവിഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ അൺസർട്ടൺ ഇവൻറ്റ് ഒക്കെയർ ചെയ്യുന്ന സമയത്ത് അത് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് അസൈഡ് ചെയ്യുന്ന പാർട്ട് ഓഫ് എമൗണ്ടിനെയാണ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ സ്പെസിഫിക് പ്രൊവിഷൻ ആൻഡ് ജനറൽ പ്രൊവിഷൻ എന്നുള്ള കാറ്റഗറീസ് വരാം. അതായത് ഒരു സ്പെസിഫിക് ഇവൻറ്റ് ഒക്കെയർ ചെയ്യുകയാണെങ്കിൽ അത് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സ്പെസിഫിക് പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ചില സമയത്ത് ജനറൽ പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതായത് ഫ്യൂച്ചറിൽ എന്ത് അൺസർട്ടനിറ്റീസ് വരികയാണെങ്കിലും അതിനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജനറലായിട്ട് നമ്മൾ സർട്ടൻ എമൗണ്ട് എന്ത് ചെയ്യും, സെറ്റ് അസൈഡ് ചെയ്ത് വെക്കാറുണ്ട്. അതിന് ജനറൽ പ്രൊവിഷൻ എന്നും പറയാറുണ്ട്. അപ്പം പ്രൊവിഷൻ്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. നെക്സ്റ്റ് ഇൻഡ്യസ് 37 ഡിസ്കസ് ചെയ്യുന്ന ഏരിയ കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ് ആണ്. മോർ ഓർ ലൈക്ക് സെയിം ആസ് പ്രൊവിഷൻ, പക്ഷേ ഇവിടെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ്. പ്രൊവിഷൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ്, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ കോൺസെപ്റ്റ് കൂടെ കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ നോക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു പോയിൻ്റ്, നിങ്ങൾ ഏത് കോൺസെപ്റ്റ് പഠിക്കുന്ന സമയത്തും അതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അത് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഇവൻറ്റ് തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ തന്നു കഴിഞ്ഞാൽ അത് ഒരു കണ്ടിൻജൻറ്റ് ലയബിലിറ്റി ആണോ, ഒരു പ്രൊവിഷൻ ആണോ, അല്ലെങ്കിൽ കണ്ടിൻജൻറ്റ് അസറ്റ് ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അതിൻ്റെ ആ കണ്ടീഷൻ അല്ലെങ്കിൽ ക്രൈറ്റീരിയ എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിന് സർട്ടൻ ക്രൈറ്റീരിയാസ് ഉണ്ട്. ഈ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന ഒരു ഈവൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കണ്ടിൻജൻറ്റ് ലയബിലിറ്റി ആണെന്ന് പറയാം. ഓക്കെ, സോ വാട്ട് ഈസ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റി? എ കണ്ടിൻജൻറ്റ് ലയബിലിറ്റി ഈസ് പോസിബിൾ ഒബ്ലിഗേഷൻ that arises from past event. Possible obligation that arises from past event. നമ്മൾ പ്രൊവിഷനിൽ പറഞ്ഞതുപോലെ തന്നെ പാസ്റ്റ് ഇവൻറ്റിൻ്റെ റിസൾട്ടായിട്ട് വരുന്ന ഒരു ഒബ്ലിഗേഷനാണ്. നമ്മൾ മുന്നേ ചെയ്ത് വെച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കണ്ടിൻജൻറ്റ് ലയബിലിറ്റി ഉണ്ടാകുന്നത്. കണ്ടിൻജൻസി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് അൺസർട്ടനിറ്റീസിന് തന്നെയാണ്. കണ്ടിൻജൻറ്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ ഒരു കാര്യം നടക്കാം അല്ലെങ്കിൽ നടക്കാതിരിക്കാം, രണ്ടിനും പ്രോബബിലിറ്റി ഉണ്ട്. നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കോസ്റ്റ് വരും, അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ബെനിഫിറ്റ് വരും എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസിനെയാണ് നമ്മൾ കണ്ടിൻജൻസി എന്ന് പറയുന്നത്. നമുക്കൊരു എന്തില്ല, അഷ്വറൻസ് ഇല്ല, ആ ഒരു കാര്യം നടക്കുമോ ഇല്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് അഷ്വറൻസ് ഒന്നും ഇല്ലാത്തൊരു കേസിലാണ് നമ്മളതിനെ കണ്ടിൻജൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കണ്ടിൻജൻറ്റ് സിറ്റുവേഷനിൽ നമുക്ക് എന്തെങ്കിലും എക്സ്പെൻസ് ആണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ നമുക്കതൊരു ലോസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്ന് പറയും. അല്ലെങ്കിൽ ഒരു പോസിബിൾ ഒബ്ലിഗേഷൻ ആണെന്നുണ്ടെങ്കിൽ, നമുക്കൊരു ലയബിലിറ്റി ആണത് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്ന് പറയും. അത് നമുക്ക് എന്തായിരിക്കും, നമുക്ക് ചില കേസിൽ പേയ്മെൻറ്റ് നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാകും, അതല്ലെങ്കിൽ എക്സ്പെൻസ് ആയിട്ടാകാം, നമ്മളുടെ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലാകാം. ഓക്കെ, നമുക്കൊരു ലോസ് സംഭവിക്കുന്ന രീതിയിലുള്ള റിസൾട്ടാണ് അതിൽ നിന്ന് ഉണ്ടാവുന്നതെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ കണ്ടിൻജൻറ്റ് ലയബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്
പോസിബിൾ ഒബ്ലിഗേഷൻ ദാറ്റ് അറൈസസ് ഫ്രം പാസ്റ്റ് ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ റിസൾട്ടായിട്ട് നമുക്കൊരു ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ആൻഡ് ദ സെക്കൻഡ് ക്രൈറ്റീരിയ നോക്കുക, ദ എക്സിസ്റ്റൻസ് ഓഫ് വിച്ച് വിൽ ബി കൺഫേംഡ് ഓൺലി ബൈ ദ ഒക്യറൻസ് ഓർ നോൺ ഒക്യറൻസ് ഓഫ് വൺ ഓർ മോർ അൺസർട്ടൈൻ ഫ്യൂച്ചർ ഇവൻറ്റ്. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്? പാസ്റ്റ് ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടായിട്ടാണ് നമുക്ക് ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ പാസ്റ്റ് ഇവൻറ്റിൽ ചെയ്ത ഒരു ആക്ടിവിറ്റീൻ്റെ റിസൾട്ടായിട്ട് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കാം അല്ലെങ്കിൽ നടക്കാതിരിക്കാം എന്നുള്ള രീതിയിലാണ് റിസൾട്ട് വരുന്നതെങ്കിൽ ഒക്യറൻസ് ഓർ നോൺ ഒക്യറൻസ് ഓഫ് അൺസർട്ടൈൻ ഫ്യൂച്ചർ ഇവൻറ്റ്. അൺസർട്ടൈൻ ഫ്യൂച്ചർ ഇവൻറ്റ്സ് എന്താണ്? അൺസർട്ടൈൻ ഫ്യൂച്ചർ ഇവൻറ്റ്സ് മീൻസ് ദർ ഇസ് നോ സെർട്ടനിറ്റി. നമ്മൾ പ്രൊവിഷൻ്റെ കേസിലും പറഞ്ഞിട്ടുണ്ട്, ഫ്യൂച്ചറിൽ നമുക്ക് നടക്കാം അല്ലെങ്കിൽ നടക്കാതിരിക്കാം എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന 50-50 ചാൻസിൽ നിൽക്കുന്ന ഒരു ഈവൻറ്റിനെയാണ് നമ്മൾ അൺസർട്ടൈൻ ഫ്യൂച്ചർ ഇവൻറ്റ്സ് എന്ന് പറയാം. അത് സെർട്ടൈൻ ആവുന്നത് എപ്പോൾ മാത്രമാണ്? ആ ഒരു ഇവൻറ്റ് നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ സെർട്ടനിറ്റി അഷ്വർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അൺസർട്ടൈൻ ആണ്. അപ്പോൾ ഇങ്ങനൊരു ഫ്യൂച്ചർ അൺസർട്ടൈൻ ഇവൻ്റാണ് ഒക്യർ ചെയ്യുന്നത്. അത് എന്ത് ചെയ്യാം? ആ ഒരു അൺസർട്ടൈൻ ഇവൻറ്റ് ഒക്യർ ചെയ്യാം അല്ലെങ്കിൽ ഒക്യർ ചെയ്യാതിരിക്കാം. ഒക്യറൻസ് ഓർ നോൺ ഒക്യറൻസ് ഓഫ് അൺസർട്ടൈൻ ഫ്യൂച്ചർ ഇവൻറ്റ്സ് ആണ്. ആ ഒരു കാര്യം നടക്കാം അല്ലെങ്കിൽ നടക്കാതിരിക്കാം. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്രൈറ്റീരിയ ഒക്യറൻസ് ഓർ നോൺ ഒക്യറൻസ് ഓഫ് അൺസർട്ടൈൻ ഫ്യൂച്ചർ ഇവൻറ്റ്സ്. ദെൻ തേർഡ് ക്രൈറ്റീരിയ, ഫ്യൂച്ചർ ഇവൻറ്റ് നോട്ട് ഹോളി വിത്തിൻ ദ കൺട്രോൾ ഓഫ് ദ എൻ്റർപ്രൈസ്. ഫ്യൂച്ചർ ഇവൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഹോളി വിത്തിൻ ദ കൺട്രോൾ ഓഫ് ദ എൻ്റർപ്രൈസ്. പ്രൊവിഷനിൽ നിന്നും കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇതാണ്, ഇറ്റ് ഈസ് നോട്ട് വിത്തിൻ ദ കൺട്രോൾ ഓഫ് ദ എൻ്റർപ്രൈസ്. ഓക്കെ, നമ്മൾ പാസ്റ്റ് ഇവൻറ്റിൽ എന്തോ ഒരു ആക്ടിവിറ്റി ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഒരു ഒബ്ലിഗേഷൻ വരുന്നത്. ബട്ട് അത് നമ്മളുടെ കൺട്രോളിലല്ല, നമ്മളുടെ എൻറ്റിറ്റിയുടെ കൺട്രോളിലല്ല എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്ന് പറയാം. ഇറ്റ് ഈസ് നോട്ട് വിത്തിൻ ദ കൺട്രോൾ ഓഫ് ദ എൻ്റർപ്രൈസ്. ഓക്കെ, അപ്പോൾ കണ്ടിൻജൻറ്റ് ലയബിലിറ്റി ആണെങ്കിൽ നിങ്ങൾ നോക്കേണ്ട ഒരു സിറ്റുവേഷൻ തന്നിട്ട് വെദർ ഇറ്റ് ഈസ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റി ഓർ പ്രൊവിഷൻ എന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടിൻജൻറ്റ് ലയബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യുന്ന ക്രൈറ്റീരിയ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന 3 ക്രൈറ്റീരിയ എഴുതുക, അതിന് എക്സ്പ്ലെയിൻ ചെയ്യുക. പ്രൊവിഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയാസ് നമ്മളെന്താ പറഞ്ഞത്, അൺസർട്ടനിറ്റി ഉണ്ടാകും, ടൈമിങ് ആൻഡ് അതിൻ്റെ എമൗണ്ടിൽ അൺസർട്ടനിറ്റീസ് ഉണ്ടാകാം. അതല്ലെങ്കിൽ പാസ്റ്റ് ഇവൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത്. റിലയബിളി ആ ഒരു കോസ്റ്റ് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയണം എന്നുള്ള കണ്ടീഷൻ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ് നിങ്ങൾ പ്രൂവ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയ എഴുതുക ആൻഡ് ആ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രൂവ് ചെയ്യുക. ഇതാണ് നിങ്ങൾ ആൻസറിൽ ചെയ്യേണ്ടത്. അപ്പോൾ കണ്ടിൻജൻറ്റ് ലയബിലിറ്റി ആണെങ്കിൽ നിങ്ങൾ നോക്കേണ്ട 3 പോയിൻറ്റ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തത് പാസ്റ്റ് ഇവൻറ്റിൻ്റെ റിസൾട്ടായിട്ടൊരു ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡ്യൂ ടു ദ ഒക്യറൻസ് ഓർ നോൺ ഒക്യറൻസ് ഓഫ് അൺസർട്ടൻ ഫ്യൂച്ചർ ഇവൻറ്റ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു ഫ്യൂച്ചർ ഇവൻറ്റ് നടക്കാം അല്ലെങ്കിൽ നടക്കാതിരിക്കാം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ആ ഒരു ഒബ്ലിഗേഷൻ വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഹോളി വിത്തിൻ ദ കൺട്രോൾ ഓഫ് ദ എൻ്റർപ്രൈസ്. നമ്മളുടെ കൺട്രോളിലല്ല ഈ ഒരു കാര്യം നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു 3 സിറ്റുവേഷൻ അല്ലെങ്കിൽ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ കണ്ടിൻജൻറ്റ് ലയബിലിറ്റി ആസ് പെർ ഇന്ത്യ IAS 37. ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇതുപോലെയാണ്, ഷോർട്ട് ആൻസേഴ്സ് ആയിട്ടൊക്കെയാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്, നിങ്ങളുടെ റീസണിങ് സ്കില്ലാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്.
X Limited has provided a financial guarantee on behalf of its subsidiary company Y Limited for a loan of 5 crore taken by Y Limited from Bharat Bank. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? എക്സ് ലിമിറ്റഡ് പ്രൊവൈഡഡ് എ ഫിനാൻഷ്യൽ ഗ്യാരണ്ടി. അപ്പോൾ എക്സ് ലിമിറ്റഡ് എന്താ ചെയ്തിരിക്കുന്നത്? ഒരു ഫിനാൻഷ്യൽ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ഫിനാൻഷ്യൽ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ലോൺ എടുക്കുന്ന സമയത്തൊക്കെ കുറച്ച് ഹ്യൂജ് എമൗണ്ട് ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ സെക്യൂരിറ്റി വെക്കാറുണ്ട്. ചിലപ്പോൾ ഹോം ലോൺ എടുക്കുന്ന സമയത്ത് ഹോം സെക്യൂരിറ്റി ആയിട്ട് വെക്കാറുണ്ട്. അതല്ലെങ്കിൽ മറ്റ് സെക്യൂരിറ്റീസിനൊക്കെ നമ്മൾ ഒരു എന്ത് ചെയ്യാറുണ്ട്, അതിന് സപ്പോർട്ടായിട്ട് വെക്കാറുണ്ട്. എന്നാൽ ചില കേസിൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എൻറ്റിറ്റീസിൻ്റെ കേസിൽ അവരെന്ത് ചെയ്യും? ഫിനാൻഷ്യൽ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇവിടെ ഈ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ വൈ ലിമിറ്റഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണ് 5 crore ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് വൈ ലിമിറ്റഡ് എക്സ് ലിമിറ്റഡ് ആക്റ്റഡ് ആസ് എ ഫിനാൻഷ്യൽ ഗ്യാരണ്ടി. എന്താ ചെയ്തിരിക്കുന്നത്? വൈ ലിമിറ്റഡ് ലോൺ എടുക്കുന്ന സമയത്ത് എക്സ് ലിമിറ്റഡ് അവിടെ ഫിനാൻഷ്യൽ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് വൈ ലിമിറ്റഡ് ഈ ഒരു എമൗണ്ട് പേ ചെയ്തിട്ടില്ലെങ്കിലും എക്സ് ലിമിറ്റഡ് പേ ചെയ്യാം എന്നുള്ളൊരു ഫിനാൻഷ്യൽ ഗ്യാരണ്ടി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എക്സ് ലിമിറ്റഡ് ആണ് ഇവിടെ അൾട്ടിമേറ്റ് ലയബിലിറ്റി ഉണ്ടാകുക. പക്ഷേ ഇൻ റിട്ടേൺ അവർക്കൊരു ബെനിഫിറ്റ് ഉണ്ടാകും, അവരുടെ പ്രോപ്പർട്ടിയിലൊരു ബെനിഫിറ്റും കിട്ടും. ഓക്കെ, വാട്ട് എവർ, ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് ലിമിറ്റഡ് ഫിനാൻഷ്യൽ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വൈ ലിമിറ്റഡ് ഈ ഒരു ലോണ് പേ ചെയ്തിട്ടില്ലെങ്കിൽ, ഈ ഒരു 5 crore ലോണ് പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്സ് ലിമിറ്റഡ് പേ ചെയ്യാം എന്നുള്ളൊരു ഫിനാൻഷ്യൽ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ വൈ ലിമിറ്റഡ്. അപ്പോൾ ഇവിടെ എക്സ് ലിമിറ്റഡിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ നോക്കേണ്ടത്. സ്റ്റേറ്റ് വെദർ ദിസ് ഇസ് പ്രൊവിഷൻ ഓർ കണ്ടിൻജൻ്റ് ലയബിലിറ്റി ആൻഡ് വൈ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കുക എന്താണ് നമ്മളുടെ കണ്ടിൻജൻ്റ് ലയബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഡ്യൂ ടു ഓർ ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഇവൻ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, എക്സ് ലിമിറ്റഡിന് ഒരു ഒബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. യെസ്, ഇവിടെ ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്. എന്താണ്? വൈ ലിമിറ്റഡ് ഈ ഒരു 5 crore പേ ചെയ്തിട്ടില്ല, ഫ്യൂച്ചറിൽ ഈ ഒരു 5 crore പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ് ഒബ്ലിഗേഷൻ വരുന്നത് എക്സ് ലിമിറ്റഡിനാണ്. കാരണം അവരാണ് ഫിനാൻഷ്യൽ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ദർ ഇസ് ഒബ്ലിഗേഷൻ ഡ്യൂ ടു ഓർ ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഇവൻ്റ് എന്നാണ് കണ്ടീഷനിൽ പറഞ്ഞിട്ടുള്ളത്. സോ പാസ്റ്റ് ഇവൻ്റ് എന്താണ്? എക്സ് ലിമിറ്റഡ് ഫിനാൻഷ്യൽ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്തു എന്നുള്ളതാണ് പാസ്റ്റ് ഇവൻ്റ്. ഓക്കെ, അപ്പോൾ പാസ്റ്റ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ലിമിറ്റഡ് ഇവിടെ ഫിനാൻഷ്യൽ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്തതുകൊണ്ടാണ് ഫ്യൂച്ചറിൽ വൈ ലിമിറ്റഡ് പേ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ എമൗണ്ട് പേ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഫ്യൂച്ചർ അൺസർട്ടൺ ഇവൻ്റ് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് എക്സ് ലിമിറ്റഡ് ഇപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്തതുകൊണ്ടാണ്. സോ ദർ ഈസ് പാസ്റ്റ് ഇവൻറ്റ് ആൻഡ് പ്രസൻറ്റ് ഒബ്ലിഗേഷൻ. ഓക്കെ, ആ രണ്ട് എക്സാമ്പിൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എന്തായിരുന്നു? അവിടെ നമുക്ക് ഒബ്ലിഗേഷൻ വരുന്നത് എങ്ങനെയാണ്? അൺസേർട്ടൻ ഫ്യൂച്ചർ ഇവൻറ്റ്സിൻ്റെ ഒക്യുറൻസ് അല്ലെങ്കിൽ നോൺ ഒക്യുറൻസ് ഭാഗത്തായിട്ടാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, അൺസേർട്ടൻ ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ ഇവൻ്റ് ഉണ്ടോ ഈ കേസിൽ? എങ്ങനെയാണ് അതെങ്ങനെയാണ് നോക്കുക? വൈ ലിമിറ്റഡ് ഫ്യൂച്ചറിൽ 5 crore പേ ചെയ്യാം അല്ലെങ്കിൽ പേ ചെയ്യാതിരിക്കാം. അതിന് 2 ചാൻസ് ഉണ്ട്. അവരവിടെ ഒരു സെർട്ടണിറ്റിയും കൊടുത്തിട്ടില്ല, പേ ചെയ്യാം പേ ചെയ്യാതിരിക്കാം. സോ 2 കണ്ടീഷൻ അല്ലെങ്കിൽ 2 സിറ്റുവേഷൻ വരുന്നതുകൊണ്ട് തന്നെ ദർ ഈസ് അൺസേർട്ടൺ ഫ്യൂച്ചർ ഇവൻറ്റ്. ആ ഒരു ഫ്യൂച്ചർ ഇവൻറ്റ് നടക്കാം അല്ലെങ്കിൽ നടക്കാതിരിക്കാം. ഒക്യുറൻസ് ഓർ നോൺ ഒക്യുറൻസ് ഓഫ് അൺസേർട്ടൺ ഫ്യൂച്ചർ ഇവൻറ്റ്. സെക്കൻഡ് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ്. ദെൻ തേർഡ് കണ്ടീഷൻ നമ്മൾ പറഞ്ഞത് എന്താണ്?
ആ ഫ്യൂച്ചർ ഇവൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു എക്സ് ലിമിറ്റഡിൻ്റെ കൺട്രോളിലല്ല. തേർഡ് കണ്ടീഷൻ നമ്മൾ പറഞ്ഞത് ഇറ്റ് ഈസ് നോട്ട് വിത്തിൻ ദ കൺട്രോൾ ഓഫ് ദ എൻ്റർപ്രൈസ് എന്നാണ്. അപ്പോൾ വൈ ലിമിറ്റഡ് പേ ചെയ്യാം അല്ലെങ്കിൽ പേ ചെയ്യാതിരിക്കാം. അത് അവരുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിരിക്കും. അവർക്ക് ചിലപ്പോൾ ചില ഫിനാൻഷ്യൽ ക്രൈസിസ് വരികയാണെന്നുണ്ടെങ്കിൽ അവർ പേ ചെയ്യാതിരിക്കാം. ഇറ്റ് ഈസ് നോട്ട് വിത്തിൻ ദ കൺട്രോൾ ഓഫ് എക്സ് ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ എക്സ് ലിമിറ്റഡിൻ്റെ കൺട്രോളിലല്ല ഈ കണ്ടീഷൻസ് ഒന്നും തന്നെ വരുന്നത്. അപ്പോൾ ഈ 3 കണ്ടീഷൻ നിങ്ങൾ നോക്കുക. 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കണ്ടിൻജൻ്റ് ലയബിലിറ്റി. അപ്പോൾ ഈ കേസിൽ ഇറ്റ് ഈസ് നോട്ട് വിത്തിൻ ദ കൺട്രോൾ ഓഫ് എക്സ് ലിമിറ്റഡ്, അതുകൊണ്ട് നമുക്കിത് കണ്ടിൻജൻ്റ് ലയബിലിറ്റി ആണെന്ന് പറയാം. ഇനി അതല്ല, നമുക്കൊരു ബാഡ് ഡെറ്റ് വന്നിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. ഓക്കെ, ബാഡ് ഡെറ്റ് വരുന്ന കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാഡ് ഡെറ്റ് വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെപ്റ്റേഴ്സ് പണം തരാനുണ്ടാകും. അപ്പോൾ അവരത് ഫ്യൂച്ചറിൽ നമുക്ക് തോന്നുകയാണ് ഇത്ര % ആൾക്കാർ നമുക്ക് പൈസ തരാൻ ചാൻസ് ഇല്ല. ഓക്കെ, അത് നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാഡ് ഡെപ്റ്റ് മാറ്റി വയ്ക്കും. ബാഡ് ഡെറ്റ് മീൻസ് നമുക്കത് കിട്ടാൻ പോകണില്ല എന്നുള്ള ആ ഒരു അസംഷനിൽ നമ്മൾ ബാഡ് ഡെറ്റ് മാറ്റി വയ്ക്കും. ഓക്കെ, ബാഡ് ഡെറ്റിൻ്റെ കേസിൽ നമ്മൾ ചില കേസിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതായത് ഇത്ര എമൗണ്ട് നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ പ്രൊവിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അത്ര എമൗണ്ടിൻ്റെ പ്രൊവിഷൻ. ഓക്കെ, അപ്പോൾ കിട്ടാത്ത എമൗണ്ട് നമ്മൾ നമ്മളുടെ പ്രോഫിറ്റ് പാർട്ടിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇതിനെ പ്രൊവിഷൻ എന്ന് വിളിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മളുടെ ഓർഗനൈസേഷൻ്റെ കൺട്രോളിൽ തന്നെയാണ്. ഓക്കെ, ഇത് മറ്റൊരാൾ കണ്ടീഷൻ വെക്കുന്നതല്ല. നമ്മൾ തന്നെ ആ ഒരു ബാഡ് ഡെറ്റ് വന്നു എന്നുള്ളത് അസ്യൂം ചെയ്തിരിക്കുകയാണ്. അതിനു വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുന്ന എമൗണ്ട് ആയതുകൊണ്ടാണ് അതിനെ പ്രൊവിഷൻ എന്ന് പറയുന്നത്. എന്നാൽ മറ്റൊരു കമ്പനി അവർ പേ ചെയ്യുന്നതോ അല്ലെങ്കിൽ പേ ചെയ്യാതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ലയബിലിറ്റി വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കണ്ടിൻജൻ്റ് ലയബിലിറ്റി എന്നേ പറയുള്ളൂ. അതാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പോയിൻറ്റ്സ് ആൻസർ നിങ്ങൾ ഇതിലുള്ളതുപോലെ ക്രൈറ്റീരിയാസ് എഴുതുക. അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയാസ് എഴുതുക. ആൻഡ് ഓരോ ക്രൈറ്റീരിയയും എന്താണ് അല്ലെങ്കിൽ അതിന് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ എക്സാമ്പിൾ എന്താണെന്നുള്ളത് അതിന് നേരെ എഴുതുക. ആൻസർ ഇതുപോലെ തന്നെ എഴുതുന്നതിന് പകരം ഓരോ കണ്ടീഷനും എഴുതിയതിന് ശേഷം ആ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന് സപ്പോർട്ടായിട്ട് വരുന്ന രീതിയിൽ എന്ത് കൊടുക്കുക, അതിൻ്റെ റീസൺ കൂടെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ആൻസർ നിങ്ങൾ ഇത് വായിച്ച് നോക്കിയാൽ മതി, ഇതുപോലെ എഴുതേണ്ട ആവശ്യമില്ല. ദെൻ നമ്മളൊരു കണ്ടിൻജൻ്റ് ലയബിലിറ്റി ആണെന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെയാണ് നമ്മളത് ഇൻസേർട്ട് ചെയ്യുന്നത്? സാധാരണ നമ്മൾ കണ്ടിൻജൻ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ലയബിലിറ്റി സൈഡ് കാണിക്കല്ല ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ് അല്ല നമ്മൾ കാണിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? കണ്ടിൻജൻ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് പ്രസൻ്റ്ലി നമുക്ക് ഒരു ലയബിലിറ്റി അല്ല. ഫ്യൂച്ചറിൽ ആ ഒരു ഇവൻറ്റ് ഒക്യൂർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒക്യൂർ ചെയ്യാതിരിക്കുമ്പോഴോ ആണ് നമുക്കതൊരു ലയബിലിറ്റി ആയിട്ട് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടിൻജൻ്റ് ലയബിലിറ്റീസിനെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഒരു ഫുട് നോട്ടായിട്ട്, അതായത് ബാലൻസ് ഷീറ്റിൻ്റെ താഴെ നമ്മളൊരു ഫുട് നോട്ടായിട്ട് കണ്ടിൻജൻ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുക. എന്ത് ചെയ്യുന്നില്ല? ലയബിലിറ്റി സൈഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഷോൺ ആസ് എ ഫുട് നോട്ട് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ഓക്കെ, സോ കണ്ടിൻജൻ്റ് ലയബിലിറ്റി എന്താണ്? ഒക്യൂറൻസ് ഓർ നോൺ ഒക്യൂറൻസ് ഓഫ് ഫ്യൂച്ചർ അൺസർട്ടൈൻ ഇവൻറ്റ്, അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വരുന്ന ഒബ്ലിഗേഷൻസിനെയാണ് കണ്ടിൻജൻ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കേസിൽ നോൺ ഒക്യൂറൻസ് ഉണ്ടാവുകയാണെങ്കിലാണ് കമ്പനിക്ക് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. അവർ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ലെങ്കിലാണ് കമ്പനി എക്സ് ലിമിറ്റഡ് ലയബിലിറ്റി വരുന്നത്. ചില കേസിൽ എന്തായിരിക്കും? ഒക്യൂർ ചെയ്യുമ്പോഴായിരിക്കും അതൊരു ലയബിലിറ്റി ആയിട്ട് മാറുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കോർട്ടിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. ഓക്കെ, ഒരു കസ്റ്റമർ നമുക്കെതിരെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ ഡിഫക്റ്റ് കൊണ്ടോ
എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് കോർട്ടിലൊരു പെറ്റീഷൻ ഫയൽ ചെയ്തു. ആ ഒരു പെറ്റീഷൻ ആ ഒരു കസ്റ്റമറുടെ ക്ലെയിം അവിടെ കോർട്ട് അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമേ ആ ഒരു ഇവൻറ്റ് ഒക്കിയർ ചെയ്തു എന്ന് പറയുന്നുള്ളൂ. ഓക്കെ, കോർട്ടിൽ കസ്റ്റമറുടെ ആ ഒരു പെറ്റീഷൻ എന്താണോ അതിന് പോസിബിളായിട്ടുള്ളൊരു റിസൾട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്തായിരിക്കും, ഒരു ലയബിലിറ്റി ആയിരിക്കും. ഓക്കെ, അവിടെ ഒക്കിയറൻസ് ആണ് നമുക്ക് ലയബിലിറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ, അത് ആ ഒരു പെറ്റീഷൻ തള്ളിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും ലയബിലിറ്റി ആയിട്ട് വരുന്നില്ല. ഓക്കെ, അത് അവർക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്കതിൻ്റെ ഒരു ലയബിലിറ്റി ആയിട്ട് വരുന്നില്ല. അപ്പോൾ ചില സിറ്റുവേഷനിൽ ഒക്കിയറൻസ് ആയിരിക്കും നമുക്ക് ലയബിലിറ്റി ആവുന്നത്, ചില സമയത്ത് നോൺ ഒക്കിയറൻസ് ആയിരിക്കും നമുക്ക് ലയബിലിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. അത് നമ്മൾ ആ ഒരു കണ്ടീഷൻ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ദെൻ കണ്ടിൻജൻറ്റ് അസറ്റാണ് നെക്സ്റ്റ് വരുന്നത്. കണ്ടിൻജൻറ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അതായത് ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു അൺസർട്ടൺ ഇവൻറ്റ്സിൻ്റെ ഒക്കിയറൻസ് ഓർ നോൺ ഒക്കിയറൻസ് ആയിട്ട് നമുക്കൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്കൊരു ബെനിഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് കണ്ടിൻജൻറ്റ് അസറ്റ്. ഓക്കെ, ദീസ് ആർ ഓൺലി പോസിബിൾ അസറ്റ്, ഇറ്റ് ഈസ് നോട്ട് ഒബ്ലിഗേഷൻ. നമുക്ക് ഒബ്ലിഗേഷൻ അല്ല ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇറ്റ് ക്രിയേറ്റ് ആൻ അസറ്റ് ഫോർ ദ ഓർഗനൈസേഷൻ. ഓക്കെ, ബട്ട് എപ്പോൾ മാത്രമേ ആ ഒരു ഒക്കിയറൻസ് അല്ലെങ്കിൽ നോൺ ഒക്കിയറൻസ് ഓഫ് ഫ്യൂച്ചർ ഇവൻറ്റ് നടന്നു കഴിഞ്ഞാൽ മാത്രമേ അതിനെ നമുക്കൊരു അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. സോ ഇറ്റ് ഈസ് നോട്ട് എ റിയൽ അസറ്റ് ഓൺലി ഓൺ ദ ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് സച്ച് അൺസർട്ടൻ ഫ്യൂച്ചർ ഇവൻറ്റ് ഇറ്റ് ഈസ് ബിക്കം എ അസറ്റ് ടു ദ ഓർഗനൈസേഷൻ. സോ അത്രയും ആ ഒരു പീരീഡിൽ നമ്മൾ അതിനെ ഫുട് നോട്ടായിട്ട് മാത്രമേ കാണിക്കുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. കണ്ടിൻജൻറ്റ് ലയബിലിറ്റിന് സെയിം ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്, പക്ഷേ ഇവിടെ അസറ്റാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് ക്രിയേറ്റഡ് എ ലയബിലിറ്റി. സോ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? പോസിബിൾ അസറ്റ് ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഇവൻറ്റ്. നമ്മൾ നേരത്തെ പോസിബിൾ ലയബിലിറ്റി അല്ലെങ്കിൽ ഒബ്ലിഗേഷനാണ് പറഞ്ഞതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് പോസിബിൾ അസറ്റ് ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഇവൻറ്റ്. ദെൻ existence of contingent asset is to be confirmed by occurrence and non-occurrence of one or more future event, and this future event not wholly within the control of the enterprise. ബാക്കി കണ്ടീഷൻസ് ഒക്കെ സെയിം ആണ്. ലയബിലിറ്റി അല്ലെങ്കിൽ ഒബ്ലിഗേഷന് പകരം നിങ്ങൾ അസറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ഒരു കോൺസെപ്റ്റ് മാത്രമാണ് ഇതിൽ ചേഞ്ച് ആവുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, Manega Industries Limited has filed the damages case of 2 crore against Arun Limited for not supplying the quantity and quality of goods as per order. Chances of winning the case by the Manega Industries Limited is probable. State whether there is a contingent asset. ആൻസർ നിങ്ങൾ എഴുതണം. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. നേരത്തെ ഉള്ള ക്വസ്റ്റ്യനിലുള്ളത് പോലെ തന്നെ ആൻസർ ചെയ്യുകയാണ്. എന്താണ് അതിൻ്റെ കണ്ടീഷൻ ഓർ ക്രൈറ്റീരിയ എന്താണ്, ആൻഡ് ആ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ക്വസ്റ്റ്യനിൽ എന്താ നമുക്ക് പറഞ്ഞിട്ടുള്ളത്? മേനക ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഹാസ് ഫയൽഡ് ദ ഡാമേജസ് കേസ് ഓഫ് 2 crore. ഓക്കെ, ഇവരെന്താ ചെയ്തിട്ടുള്ളത്? ഒരു അരുൺ ലിമിറ്റഡ് എന്നുള്ള കമ്പനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കോർട്ടിലൊരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഫോർ 2 crore rupees. 2 crore കേസാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. എന്താ അവിടെ റീസൺ എന്ന് പറയുന്നത്? ഫോർ നോട്ട് സപ്ലൈയിങ് ദ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ആസ് പെർ ഓർഡർ. മേനക ഇൻഡസ്ട്രീസ് അരുൺ ലിമിറ്റഡിന് ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി സപ്ലൈ ചെയ്യാത്തതുകൊണ്ട് 2 crore വർത്ത് ഗുഡ്സിന് വേണ്ടിയിട്ടാണ് ഇവർ അരുൺ ലിമിറ്റഡിന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു കോർട്ടിൽ പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് ചാൻസസ് ഓഫ് വിന്നിങ് ദ കേസ് ബൈ ദ മേനക ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഈസ് പ്രോബബിൾ. ഇതിൽ ഈ ഒരു കേസ് വിൻ ചെയ്യാൻ മേനക ഇൻഡസ്ട്രീസിനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് കേസ് കൊടുത്തിട്ടുണ്ട്, അവർക്ക് ഫോറായിട്ടുള്ളൊരു റിസൾട്ടാണ് വരാൻ ചാൻസ് ഉള്ളത്, വിൻ ചെയ്യാനുള്ള ചാൻസാണ് ഉള്ളത്. അങ്ങനെ വിന്ന് ചെയ്താൽ മേനക ഇൻഡസ്ട്രീസിന് അതൊരു
അസറ്റാണ്. ഓക്കെ, അതേസമയം അരുൺ ലിമിറ്റഡിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇറ്റ് ഈസ് എ ലയബിലിറ്റി. ഓക്കെ, അപ്പോൾ നിങ്ങൾ എഴുതുന്നത് ഏത് പോയിൻ്റ് ഓഫ് വ്യൂ എന്നാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം. കാരണം ഒരു പേഴ്സൺ അത് കണ്ടിൻജൻറ്റ് അസറ്റ് ആണെങ്കിൽ ഓപ്പോസിറ്റ് പേഴ്സൺ അതൊരു കണ്ടിൻജൻറ്റ് ലയബിലിറ്റി ആയിരിക്കും. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ, ഏത് പോയിൻ്റ് ഓഫ് വ്യൂ എന്നാണ് നിങ്ങൾ എഴുതുന്നത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രസൻറ്റ് ക്വസ്റ്റ്യനിൽ മേനക ഇൻഡസ്ട്രീസിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് നോക്കാം. അപ്പോൾ അവിടെ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ഒരു പാസ്റ്റ് ഇവൻ്റ് ഉണ്ടോ എന്നുള്ളതാണ്. പാസ്റ്റ് ഇവൻ്റ് ഉണ്ട്. എന്താണ്? മേനക ഇൻഡസ്ട്രീസ് അരുൺ ലിമിറ്റഡിന് 2 crore ഓർഡർ കൊടുത്തു എന്നുള്ളത് എന്താണ്? ഒരു പാസ്റ്റ് ഇവൻ്റാണ്. ഓക്കെ, അപ്പോൾ ആ ഓർഡർ കൊടുത്തതാണ് ഇവിടെ പാസ്റ്റ് ഇവൻ്റ് എന്ന് പറയുന്നത്. സോ പാസ്റ്റ് ഇവൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മേനക ഇൻഡസ്ട്രീസ് ഓർഡേഡ് ഗുഡ്സ് ഫ്രം അരുൺ ലിമിറ്റഡ് എന്നുള്ളത് എഴുതുക. പാസ്റ്റ് ഇവൻ്റ് ഉണ്ട്. ദെൻ കേസിൽ പോസിബിൾ അസറ്റ് എന്താണ്? പോസിബിൾ അസറ്റ് ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഇവൻ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ പോസിബിൾ അസറ്റ് എന്താണ് ഇവിടെ? അതായത് ഈ ഒരു കേസ് ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന അസറ്റ് എന്താണ്? വി വിൽ വിൻ ബൈ 2 crore. ഓക്കെ, പോസിബിൾ അസറ്റ് ആർ ദ 2 crore. നമുക്ക് 2 crore കിട്ടാനുള്ള പോസിബിലിറ്റി ആണുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന അസറ്റ് എന്ന് പറയുന്നത് ഈ 2 crore ആണ്. കേസ് ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 crore കിട്ടും, ക്ലെയിം ചെയ്തിരിക്കുന്ന 2 crore. അപ്പോൾ പോസിബിൾ അസറ്റ് ഈസ് ഈക്വൽ ടു 2 crore. പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? പിന്നെ നമ്മൾ നോക്കേണ്ടത് നെക്സ്റ്റ് ഫ്യൂച്ചർ ഇവൻ്റ് എന്താണെന്നാണ്. ഓക്കെ, ഫ്യൂച്ചർ ഇവൻ്റ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? അതായത് ഒക്യുറൻസ് ഓർ നോൺ ഒക്യുറൻസ് ഓഫ് ഫ്യൂച്ചർ ഇവൻ്റ് ആണ്. ഇവിടെ ഫ്യൂച്ചർ ഇവൻ്റ് എന്ന് പറയുന്നത് എന്താ? കോർട്ട് ഓർഡർ ആണ്. ആ കോർട്ട് ഓർഡർ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരാം, നമുക്ക് ഫോർ ആയിട്ട് വരാം, ഇൻ ഫേവർ ഓർ നോൺ ഫേവറബിൾ ആയിട്ട് വരാം. അപ്പോൾ നമുക്ക് ഫേവറായിട്ട് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് അസറ്റാണ്. അപ്പം കോർട്ട് ഓർഡർ എന്ന് പറയുന്നതാണ് ഇവിടെ ഫ്യൂച്ചർ ഇവൻറ്റ്. അത് ഫോർ ആയിട്ട് അല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ട് വരാം, അല്ലെങ്കിൽ എഗെയിൻസ്റ്റ് ആയിട്ട് വരാം. ഫേവറബിൾ ആവാനുള്ള ചാൻസാണ് കൂടുതൽ. ഫേവറബിൾ ആണെന്നുണ്ടെങ്കിൽ അത് മേനക ഇൻഡസ്ട്രീസിന് ഒരു അസറ്റായിരിക്കും. സോ ഫ്യൂച്ചർ ഇവൻ്റ് എന്ന് പറയുന്നത് കോർട്ട് ഓർഡറാണ്. ആൻഡ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഫ്യൂച്ചർ ഇവൻ്റ് നോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഓർഗനൈസേഷൻ. ആ ഒരു കണ്ടീഷൻ നോക്കുക. അപ്പോൾ എന്താണ് ഈ ഫ്യൂച്ചർ ഇവൻ്റ് എന്ന് പറയുന്നത്? എന്താണ്? കോർട്ട് ഓർഡറാണ്. കോർട്ട് ഓർഡർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കമ്പനിയുടെ കൺട്രോളിലുള്ളതല്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് നോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് മേനക ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇത്രയും കണ്ടീഷൻ നോക്കുക. പോസിബിൾ അസറ്റ് എന്താണ്? പാസ്റ്റ് ഇവൻ്റ് എന്താണ്? ഫ്യൂച്ചർ ഇവൻ്റ് എന്താണ്? ആൻഡ് ആ ഫ്യൂച്ചർ ഇവൻ്റ് അണ്ടർ ദ കൺട്രോൾ ഓഫ് കമ്പനി ആണോ അല്ലേ എന്നുള്ളത് നോക്കുക. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ കണ്ടിൻജൻറ്റ് അസറ്റ്. ഓക്കെ, ഇൻ ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് മേനക ഇൻഡസ്ട്രീസ് എന്നുള്ളത് നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് എഴുതണം. ഇത്രയാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. നിങ്ങൾ ആൻസർ കറക്റ്റായിട്ട് എഴുതുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വരുന്ന സമയത്ത് ഓർമ്മ നിൽക്കുള്ളൂ. ഇനി ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ലയബിലിറ്റീസിൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഫുട് നോട്ടായിട്ട് മാത്രമേ കൊടുക്കുള്ളൂ. ഈ ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ഇവൻ്റ് ഒക്യർ ചെയ്യുന്നതോ അല്ലെങ്കിൽ നോൺ ഒക്യർ ചെയ്യുന്നതോ ആയിട്ടുള്ള സിറ്റുവേഷനിൽ മാത്രമേ ഇതിന് സെർട്ടനിറ്റി നമുക്ക് പറയാൻ പറ്റുള്ളൂ. സെർട്ടൻ ആവുന്ന കേസിൽ മാത്രമേ നമുക്ക് ഇതിനൊരു അസറ്റായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് ബാലൻസ് ഷീറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും കാലം നമ്മൾ ഇതിനൊരു കണ്ടിൻജൻറ്റ് അസറ്റായിട്ട് മാത്രം ട്രീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നോക്കാനുള്ളത്. ബാക്കി നെക്സ്റ്റ് ഏരിയ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എക്സാമ്പിൾ വൈസ് തന്നെ പഠിക്കുക, ക്രൈറ്റീരിയാസ് മനസ്സിലാക്കി വെക്കാം.